ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കോർണർ. എൻ്റെ മിസ്റ്റർ സണ്ണിനുണ്ടല്ലോ വീട്ടിലെ മന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു കുറച്ച് ഡേയ്സ് ആയിട്ട്. എൻ്റെ വീട്ടിൽ അധികം മന്തി ഉണ്ടാക്കാറില്ല, കാരണം എൻ്റെ ഇൻലോസിനൊന്നും മന്തി ഒരു തൽപര കക്ഷിയല്ല. അപ്പോൾ അവർക്ക് ബിരിയാണി, ഗീ റൈസ് അങ്ങനെയൊക്കെയാണ് താല്പര്യം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യൽ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും നമ്മൾ ആക്കേണ്ടി വരും. അപ്പോൾ രണ്ട് ഇതാക്കേണ്ടി വരും. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോൾ അവർക്ക് സാദാ ചോറുണ്ട്, അപ്പോൾ അവർക്ക് സാദാ ചോറും ഞങ്ങൾക്ക് മന്തി, പിന്നെ ഇതിലേക്ക് എൻ്റെ സിസ്റ്ററും മകനും ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാക്കാൻ നോക്കിയാൽ ആദ്യം ഒരു പോട്ട് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കൊറിയൻഡർ, 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂണ് കുമിൻ സീഡ്, 1/2 ടീസ്പൂൺ അറബിക് മസാല, ആവശ്യത്തിന് സോൾട്ട്, 2 മാഗി ക്യൂബ്, 1/4 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്, 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് മിൻറ്റ്, കൊറിയൻഡർ ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ഫുഡ് കളർ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇതെല്ലാം കൂടി ഇട്ടെടുത്തിട്ട് ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ വെച്ച ശേഷം കുക്കാക്കി എടുക്കുക. ഇനി അരി സോക്ക് ചെയ്യാൻ വെക്കുക. അത് ഞാൻ വൈറ്റ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഗോൾഡൻ അല്ല എടുത്തത്, വൈറ്റ് റൈസാണ്. അത് ഞാൻ അടുപ്പിലാണ് കുക്കാക്കി എടുത്തത്. അങ്ങനെ ഒരു 80% വേവാകുമ്പോൾ ഇത് നമുക്ക് ദം ചെയ്തെടുക്കാം. അരി കുക്കാക്കി എടുക്കുമ്പോൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു, പിന്നെ ഡ്രൈ ലെമണും ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ നമ്മുടെ മന്തി നമ്മുടെ ദം ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ സാഫ്രോണ് മിൽക്കും കൂടി മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്, വീട്ടിലെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ മന്തി. ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് മയോണൈസും, മയോണൈസ് ഇല്ലാതെ പിന്നെ മന്തി ഇല്ലല്ലോ, പിന്നെ കുറച്ച് ടൊമാറ്റോ ചട്നിയാണ് ആക്കിയത്. പിന്നെ ഗ്രീൻ ചിക്കനും എയർ ഫ്രയറിൽ ആക്കിയിരുന്നു, അതിൻ്റെ റെസിപ്പി വേണേൽ ഇട്ടിട്ടുണ്ട്.